നമ്മുടെ ക്യാറ്റ്സ്ക്ലോ ചെടിയിൽ ഇത്തവണയും കുറേ അധികം പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിച്ച് തന്നെ അറിയണം. നമ്മളിപ്പോൾ ഈ ക്യാറ്റ്സ്ക്ലോ ചെടി വാങ്ങി നട്ടിട്ട് 5 കൊല്ലമായി. ഇതിനിടയ്ക്ക് 3 പ്രാവശ്യവും നമുക്ക് ഈ ക്യാറ്റ്സ്ക്ലോ ചെടി കുറേ അധികം പൂക്കൾ തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ തവണയാട്ടോ ഏറ്റവും അധികം പൂക്കൾ ഇതുമ്മേ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട് ഒരുപാട് കിളികൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. കിളികളും തേനീച്ചകളും വണ്ടുകളും ഒക്കെ. ഇവരുടെ ഈ ശബ്ദമൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ, ഭയങ്കര റിലാക്സേഷനാണ്. നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെടിയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതിൽ പൂവുണ്ടാവാറുള്ളൂ. അതിന് ശേഷം ഇതിൽ അടുത്ത കൊല്ലം വരെ നമുക്കൊരു കാത്തിരിപ്പാണ്, ഇതിൽ എന്തോരം പൂവുണ്ടാവും എന്ന് കാണാനായിട്ടുള്ളത്. അത് ഓരോ പ്രാവശ്യം പൂവുണ്ടാകുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ റോഡിൻ്റെ സൈഡിൽ കൂടി പോകുന്ന ആളുകൾക്കെല്ലാം ഈ ഒരു ചെടി കാണാൻ പറ്റും. കാരണം ഞാനിത് മതിലിൻ്റെ മുകളിലേക്കൂടെ ഈ തവണ പടുത്തേക്കണേ. അപ്പോൾ ഇത് കാണുന്നവർക്കും ഭയങ്കര സന്തോഷമാണ്. അവരും നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ പൂവിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് നടുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൊമ്പ് തരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ പേര് വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. നമുക്കും ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ അവരിങ്ങനെ ചോദിക്കുമ്പോൾ. നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ തൈയായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്കിതിൻ്റെ കൊമ്പൊക്കെ അവർക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്ത കൊല്ലമാകുമ്പോഴേക്കും വീടിൻ്റെ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ച് നിറയെ പൂവുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഓക്കെ, ബായ്.